നമസ്കാരം. ഗ്രാമവാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ റിയ. വിശദമായ വാർത്തകളിലേക്ക്. ഗുരുവായൂർ തമ്പുരാൻപടിയിൽ ജനവാസ മേഖലയിലെ ജലാശയങ്ങളിലേക്ക് സ്വകാര്യ കമ്പനി സെപ്റ്റിക് ടാങ്ക് മാലിന്യം ഒഴുക്കിവിട്ടതിനെതിരെ നാട്ടുകാർ സംഘടിച്ചെത്തിയത് സംഘർഷാവസ്ഥയ്ക്കിടയാക്കി. ഒഴുക്കിവിട്ട മാലിന്യം നീക്കം ചെയ്യണമെന്ന നാട്ടുകാരുടെ പരാതി കമ്പനി ഉടമകൾ മുഖവിലക്കെടുക്കാത്തതാണ് നാട്ടുകാരെ ക്ഷുഭിതരാക്കിയത്. തമ്പുരാൻപടി നടുവട്ടം റോഡിൽ PJ അഗ്രോ ഫുഡ്സ് എന്ന പപ്പട നിർമ്മാണ കമ്പനിയാണ് സെപ്റ്റിക് ടാങ്ക് മാലിന്യം പരിസരത്തെ കുളത്തിലും പാടത്തേക്കും തള്ളിയത്. മഴ പെയ്ത് നിറഞ്ഞുകിടക്കുന്നതിനാൽ കുളത്തിലെ വെള്ളം പൊട്ടിച്ച് പാടത്തേക്ക് ഒഴുക്കിയത് നാട്ടുകാരെത്തി തടഞ്ഞതാണ് സംഘർഷാവസ്ഥയ്ക്ക് ഇടയാക്കിയത്. വെള്ളിയാഴ്ച വൈകിട്ട് സ്ഥാപനത്തിന്റെ പുറകിൽ മുറിച്ച തെങ്ങിന്റെ കട JCB ഉപയോഗിച്ച് മാന്തിയെടുക്കുന്നതിനിടെ മതിലിടിഞ്ഞ റെഡിമെയ്ഡ് സെപ്റ്റിക് ടാങ്ക് കുളത്തിലേക്ക് മറിയുകയായിരുന്നു. തുടർന്നാണ് സെപ്റ്റിക് ടാങ്ക് പൊട്ടിച്ച് മാലിന്യം കുളത്തിലേക്ക് ഒഴുക്കിയത്. നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയതിനെ തുടർന്ന് ടാങ്ക് JCB ഉപയോഗിച്ച് രാത്രി തൊട്ടടുത്തുള്ള പാടത്ത് കൊണ്ടുപോയി തള്ളുകയായിരുന്നു. ശനിയാഴ്ച രാവിലെ വീണ്ടും നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയതിനെ തുടർന്ന് നഗരസഭാ ഹെൽത്ത് സൂപ്പർവൈസർ K. ലക്ഷ്മണന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വാർഡ് കൌൺസിലർ KP വിനോദുമായി നാട്ടുകാരും സ്ഥാപന ഉടമകളും ചർച്ച നടത്തി. കുളത്തിലേക്ക് തള്ളിയ മാലിന്യം മുഴുവനും നീക്കം ചെയ്യാമെന്ന ഉറപ്പിന്മേലാണ് നാട്ടുകാർ പിരിഞ്ഞുപോയത്. പകർച്ചവ്യാധികൾ പടർന്നുപിടിക്കാനുള്ള സാഹചര്യവും വൃത്തിഹീനമായ സാഹചര്യവും കണക്കിലെടുത്ത് സ്ഥാപനത്തിൽ പപ്പടം നിർമ്മിക്കുന്നത് താൽക്കാലികമായി നിർത്താൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. സ്ഥാപനത്തിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനും ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടു. കമ്പനിയിൽ 100ഓളം അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നതായും ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നതായും നാട്ടുകാർ പരാതിപ്പെട്ടു. എന്നാൽ സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും നിയമലംഘനം ബോധ്യപ്പെട്ടാൽ കമ്പനിയുടെ ലൈസൻസ് റദ്ദു ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഹെൽത്ത് സൂപ്പർവൈസർ K. ലക്ഷ്മണൻ പറഞ്ഞു. TCV ന്യൂസ്, ഗുരുവായൂർ. കൊടകര ടൌണിൽ നിന്ന് നീക്കം ചെയ്യുന്ന മാലിന്യങ്ങൾ ഇറച്ചി മാർക്കറ്റിനോട് ചേർന്ന് കുമിഞ്ഞുകൂടുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തുന്നു. മഴക്കാലമായതോടെ മാലിന്യങ്ങൾ ചീഞ്ഞൊഴുകി ഇവിടെ ദുർഗന്ധം പരത്തുകയാണ്. കനത്ത മഴ പെയ്താൽ മാർക്കറ്റും മാലിന്യ കൂമ്പാരവും വെള്ളക്കെട്ടിൽ മുങ്ങും. പിന്നെ പരിസരമാകെ ദുർഗന്ധപൂരിതമാകും. മഴക്കാലത്ത് ചീഞ്ഞൊഴുകിയ മാലിന്യം കലർന്ന വെള്ളം സമീപത്തെ തോട്ടിലേക്ക് ഒഴുകിയെത്തുന്നതും പതിവാണ്. ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കും. എന്നാൽ ഇവിടെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇനിയും നടപടിയായിട്ടില്ല. മാലിന്യത്തിലെ ജൈവപദാർത്ഥങ്ങൾ സംസ്കരിക്കുന്നതിനായി ഏതാനും വർഷം മുൻപ് ചെറിയൊരു മാലിന്യ സംസ്കരണ യൂണിറ്റ് മാർക്കറ്റ് പരിസരത്ത് സ്ഥാപിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിലും പിന്നീട് ഇതിന്റെ പ്രവർത്തനം അവതാളത്തിലായി. ജൈവപദാർത്ഥങ്ങൾ സംസ്കരിക്കുമ്പോൾ ലഭ്യമാകുന്ന ബയോഗ്യാസ് ഉപയോഗിച്ച് മാർക്കറ്റ് റോഡിലെ തെരുവ് വിളക്കുകൾ കത്തിക്കാനുള്ള സംവിധാനവുമുണ്ടായിരുന്നു. എന്നാൽ ഈ സംവിധാനവും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. മാലിന്യങ്ങൾ മാർക്കറ്റ് പരിസരത്തെ ഒഴിഞ്ഞ കോണിൽ കൊണ്ടുവന്നിടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കൊടകരയിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണമെങ്കിൽ ആധുനിക സംവിധാനത്തിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ് അനിവാര്യമാണ്. ഇതിനാവശ്യമായ ഫണ്ട് അനുവദിക്കാമെന്ന് നേരത്തെ ജനപ്രതിനിധികൾ വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും ഒന്നുമുണ്ടായില്ല. ഇറച്ചി മാർക്കറ്റിന് സമീപത്തെ മാലിന്യ നിക്ഷേപം അവസാനിപ്പിക്കണമെന്നാണ് ഇപ്പോൾ ജനങ്ങളുടെ ആവശ്യം. അതല്ലെങ്കിൽ മാലിന്യ കൂമ്പാരത്തിനടുത്ത് നിന്ന് ഇറച്ചി മാർക്കറ്റ് മാറ്റി സ്ഥാപിക്കാൻ നടപടിയുണ്ടാകണമെന്നും ആവശ്യമുയരുന്നുണ്ട്. TCV ന്യൂസ്, കൊടകര. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊടുങ്ങല്ലൂർ തീരദേശ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ ജീപ്പ് ഉടനെ തിരിച്ചേൽപ്പിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. TCV വാർത്തയെ തുടർന്നാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. ഉപയോഗയോഗ്യമായ വാഹനമില്ലാതെ വെള്ളിക്കുളങ്ങര വരന്തരപ്പള്ളി സ്റ്റേഷനുകളിലെ പോലീസുകാർ വലയുന്നുവെന്ന റിപ്പോർട്ട് TCV നൽകിയിരുന്നു. ജില്ലയിൽ മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന പോലീസ് സ്റ്റേഷനുകളാണ് ഇവ രണ്ടും. ഈ സ്റ്റേഷനുകളിലേക്ക് കഴിഞ്ഞ മാസം അനുവദിച്ച പുതിയ ജീപ്പുകൾ തീരദേശത്ത് ഈയിടെ ആരംഭിച്ച കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുപോയതാണ് മലയോരത്തെ നിയമപാലകർക്ക് ദുരിതമായത്. സ്വന്തം വാഹനത്തിലും വാടകയ്ക്കെടുത്ത വാഹനത്തിലുമായാണ് ഇപ്പോൾ SI അടക്കമുള്ളവർ കേസന്വേഷണങ്ങൾ നടത്തുന്നത്. വെള്ളാങ്ങല്ലൂർ പഞ്ചായത്ത് പണി കഴിപ്പിച്ച ആധുനിക അറവുശാല 15 വർഷം പിന്നിട്ടിട്ടും തുറക്കാനായിട്ടില്ല. ബ്ലോക്ക് ജംഗ്ഷനടുത്ത് മനക്കലപ്പടിയിൽ 55 സെന്റ് സ്ഥലത്താണ് അറവുശാല നിർമ്മിച്ചിരിക്കുന്നത്. ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം 1999 ജില്ലാ പഞ്ചായത്ത് വാങ്ങിയ 55 സെന്റ് സ്ഥലത്താണ് അറവുശാല നിർമ്മിച്ചിരിക്കുന്നത്. വെള്ളാങ്കല്ലൂർ ബ്ലോക്കിലെ 5 പഞ്ചായത്തുകൾക്കായി 38 ലക്ഷം രൂപ ചെലവഴിച്ച് നടപ്പിലാക്കിയ പദ്ധതി പ്രകാരം കിണർ, മാടുകളെ നിർത്താനുള്ള പുര, അറവുശാല എന്നിവയാണ് ഈ കോമ്പൌണ്ടിൽ തയ്യാറാക്കിയിരിക്കുന്നത്. എന്നാൽ ആ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ വഴിയില്ലാത്തതും കറണ്ട് ലഭിക്കാത്തതുമായിരുന്നു പദ്ധതിക്ക് തടസ്സമായി നിന്നിരുന്നത്. അതോടെ ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച അറവുശാല കാടുപിടിച്ച് മെഷീനുകൾ തുരുമ്പെടുത്ത് നശിക്കാൻ തുടങ്ങി. എന്നാൽ പിന്നീട് ഇതിലേക്കായി വഴി വാങ്ങിയെങ്കിലും
ഇതുവരെയും കറണ്ട് ലഭ്യമാക്കാനോ അറവുശാല പ്രവർത്തന സജ്ജമാക്കുവാനോ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. 15 വർഷം പിന്നിട്ട അറവുശാല കെട്ടിടവും അതിലെ മെഷീനുകളുമെല്ലാം കാലപ്പഴക്കം കൊണ്ട് ഇപ്പോൾ ജീർണിച്ച അവസ്ഥയിലാണെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. മെഷീനുകൾ പുതിയവ സ്ഥാപിച്ച് വീണ്ടും അറവുശാല സജ്ജമാക്കിയെങ്കിൽ മാത്രമേ കറണ്ട് ലഭിക്കുകയുള്ളൂ. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അറവുശാല തുറക്കണമെങ്കിൽ യന്ത്രങ്ങൾ പുതുതായി സ്ഥാപിക്കേണ്ടിവരുമെന്ന ആശങ്കയും നിലവിലുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഈ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചാൽ മാത്രമേ പഞ്ചായത്തിന് ഏറ്റെടുക്കാൻ സാധിക്കൂ. അറവുശാല തുറന്നു പ്രവർത്തിക്കാൻ വേണ്ടി ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ചേർന്ന് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും അറവുശാല പ്രവർത്തന സജ്ജമാക്കുമെന്നുമായിരുന്നു പഞ്ചായത്ത് അധികൃതർ 2 വർഷം മുൻപേ പറഞ്ഞിരുന്നത്. എന്നാൽ ഇതുവരെയും അറവുശാലയുടെ കാര്യത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. തിരുവനന്തപുരത്ത് നിന്ന് ഹെൽത്ത് മിഷന്റെ ഉദ്യോഗസ്ഥർ എത്തി പരിശോധിച്ചാൽ മാത്രമേ അറവുശാലയുടെ ഇപ്പോഴത്തെ സ്ഥിതി അറിയാൻ കഴിയുകയുള്ളൂവെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ മാന്തുരുത്തി പറഞ്ഞു. അറവുശാല പ്രവർത്തന സജ്ജമാക്കാൻ ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും പണം വകയിരുത്തിയിട്ടുണ്ടെങ്കിലും അത് എപ്പോൾ പ്രാവർത്തികമാകുമെന്ന കാര്യത്തിൽ അധികൃതർക്കും വ്യക്തമായ ഉത്തരമില്ല. TCV ഇരിങ്ങാലക്കുട. കഴിഞ്ഞ 15 വർഷമായി വെള്ളാങ്കല്ലൂരിലെ അറവുശാല പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധിച്ച് ബിജെപി പ്രവർത്തകർ പ്രകടനം നടത്തി. കോണത്തുകുന്ന് സെന്ററിൽ നടന്ന പ്രതിഷേധ യോഗം ബിജെപി കൊടുങ്ങല്ലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി KR വിദ്യാസാഗർ ഉദ്ഘാടനം ചെയ്തു. ഷിബിൻ വള്ളിവട്ടം അധ്യക്ഷനായിരുന്നു. KP ശശി മേനോൻ, PG ശിവലാൽ തുടങ്ങിയവർ സംസാരിച്ചു. കൊരട്ടി ജംഗ്ഷനിൽ ട്രെയിലർ ലോറിയിലിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കൊരട്ടി സ്വദേശി 49 വയസ്സുള്ള ചേരിയിൽ ഷബീറാണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ട് 5:30 അപകടം. വിയാർപുരത്തെ പട്ടികജാതി വ്യവസായ പഠന കേന്ദ്രത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരനായ ഷബീർ ചാലക്കുടിയിലേക്ക് സ്കൂട്ടറിൽ പോകുമ്പോഴാണ് എറണാകുളം ഭാഗത്തുനിന്ന് വന്ന ട്രെയിലർ ഇടിച്ചത്. അപകടസ്ഥലത്ത് വെച്ച് തന്നെ ഷബീർ മരിച്ചു. CPM കൊലപാതക പാർട്ടിയല്ലെന്നും കൊലപാതകങ്ങൾക്ക് കീഴടങ്ങുന്ന പാർട്ടിയല്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. പാവറട്ടിയിൽ കൊല്ലപ്പെട്ട CPM നേതാവ് തിരുനെല്ലൂർ ഷിഹാബുദ്ദീന്റെ കുടുംബത്തിന് സഹായനിധി കൈമാറി സംസാരിക്കുകയായിരുന്നു കോടിയേരി. യുവതിയുവാക്കൾക്ക് CPMന്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകി പ്രതിരോധ സേന പടുത്തുയർത്തും. ആരെയും ആക്രമിക്കാനല്ല, മറിച്ച് ആരുടെയും ആക്രമണത്തിന് വഴങ്ങില്ലെന്ന് ഓർമ്മിപ്പിക്കാനാണ് പ്രതിരോധ സേനയെന്നും കേരളത്തിൽ ക്രമസമാധാനം പാടെ തകർന്നിരിക്കുകയാണെന്നും കോടിയേരി പറഞ്ഞു. കൊല്ലപ്പെട്ട ഷിഹാബുദ്ദീന്റെ മക്കളായ ഷിയാൻ, ഫാത്തിമ എന്നിവരുടെ പേരിൽ സ്ഥിര നിക്ഷേപത്തിന്റെ ബാങ്ക് രശീതി കോടിയേരി ബാലകൃഷ്ണൻ കൈമാറി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുരളി പെരുന്നെല്ലി അധ്യക്ഷനായിരുന്നു. PK ബിജു MP, KV അബ്ദുൽ ഖാദർ MLA, CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹർത്താലോടനുബന്ധിച്ച് മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വ്യാപാരികൾ ഗുരുവായൂരിൽ പ്രകടനവും സർവകക്ഷി പൊതുയോഗവും നടത്തി. കോൺഗ്രസ് ഒഴികെയുള്ള ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടി നേതാക്കളും വിവിധ സംഘടനാ പ്രതിനിധികളും പ്രകടനത്തിലും പൊതുയോഗത്തിലും പങ്കെടുത്തു. വടക്കേനടയിലെ മർച്ചന്റ്സ് അസോസിയേഷൻ ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പടിഞ്ഞാറൻ നടയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഗുരുവായൂർ നഗരസഭാ അധ്യക്ഷൻ PS ജയൻ ഉദ്ഘാടനം ചെയ്തു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TN മുരളി അധ്യക്ഷനായി. സാധാരണക്കാരായ വ്യാപാരികളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള നടപടിയുമായി മുന്നോട്ടു പോവുകയാണെങ്കിൽ ദേവസ്വം ഭരണസമിതി അംഗങ്ങളെ വഴിതടയുമെന്നും മുരളി മുന്നറിയിപ്പ് നൽകി. CPM ഏരിയ സെക്രട്ടറി M കൃഷ്ണദാസ്, ലോക്കൽ സെക്രട്ടറി MC സുനിൽകുമാർ, CPI ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P മുഹമ്മദ് ബഷീർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ്, BJP സംസ്ഥാന സമിതി അംഗം അനീഷ് ഇയാൽ, ക്ഷേത്ര നഗര വികസന സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് KV മോഹനകൃഷ്ണൻ, ക്ഷേത്ര രക്ഷാസമിതി ചെയർമാൻ പൂങ്ങാട്ട് മാധവൻ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ബാക്കി നിൽക്കെ ചേർപ്പ് പഞ്ചായത്ത് പുറത്തിറക്കിയ വോട്ടർ പട്ടികയിൽ അപാകതകൾ ഏറെ. 6 മാസം മുൻപാണ് ബന്ധപ്പെട്ടവർ വീടുകളിലെത്തി വോട്ടർ പട്ടികയ്ക്ക് ആവശ്യമായ രേഖകൾ ശേഖരിച്ചത്. എന്നാൽ 4 വർഷം മുൻപ് മരിച്ചവർ പോലും വോട്ടർ പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. പെരുമ്പള്ളിശ്ശേരിയിൽ താമസിക്കുന്ന ഒരാളുടെ വിവരങ്ങൾ വോട്ടർ പട്ടികയിൽ കിലോമീറ്ററോളം അകലെയുള്ള പനങ്കുളത്ത് താമസിക്കുന്നുവെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചില വാർഡുകളിൽ ഒരാളുടെ മേൽവിലാസം തന്നെ വ്യത്യസ്ത ഫോട്ടോകൾ ഉപയോഗിച്ച് 2 തവണ അച്ചടിച്ചിട്ടുണ്ട്. ഇനി തെറ്റുകൾ തിരുത്തുവാൻ വോട്ടർമാർ നേരിട്ട് ചെല്ലേണ്ട അവസ്ഥയാണ്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് കരട് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് പരിഹരിക്കണമെന്നും അനാസ്ഥ കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് MK ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഇടവേള. ഗ്രാമവാർത്തകൾ തുടരുന്നു. തിരുവള്ളക്കാവ് പരിസരത്ത് നിർത്തിയിട്ടിരുന്ന ലോറിയിൽ നിന്ന് സ്പിരിറ്റ് പിടികൂടിയ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതായി എക്സൈസ് അധികൃതർ അറിയിച്ചു. അടിമാലി സ്വദേശി ഏലിയാസ് എന്നയാളുടെ പേരിലുള്ളതാണ് ലോറി. ഏലിയാസിനെ പിടികൂടിയാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവുകയുള്ളൂവെന്നും അധികൃതർ പറഞ്ഞു.
ചേർപ്പ് മേഖലയിൽ നിന്ന് ആദ്യമായാണ് സ്പിരിറ്റ് ലോറി കസ്റ്റഡിയിലെടുക്കുന്നതെന്ന് ചേർപ്പ് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ജോബി പറഞ്ഞു. രഹസ്യ അറയിൽ നിന്ന് 60 ലിറ്റർ സ്പിരിറ്റ് കണ്ടെത്തുകയായിരുന്നു. 30 ലിറ്ററിന്റെ 18 കന്നാസുകൾ സൂക്ഷിക്കാൻ പാകത്തിലുള്ള രഹസ്യ അറയാണ് ലോറിയിൽ ഉണ്ടായിരുന്നത്. ഡ്രൈവർ ക്യാബിന്റെ പിന്നിൽ പുറത്ത് നിന്ന് തുറക്കാവുന്ന രീതിയിലാണ് അറകൾ നിർമ്മിച്ചിരുന്നത്. എന്നാൽ ലോറിയിൽ ആവശ്യത്തിന് ഡീസൽ ഉണ്ടെന്നിരിക്കെ ലോറി ഉപേക്ഷിച്ചു പോയ പ്രതികളുടെ നടപടി ഏറെ ദുരൂഹതയ്ക്ക് ഇടയാക്കുന്നുണ്ട്. എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിക്ക് സമീപം നിർത്തിയിടുന്ന സിമന്റ് ലോറികൾ ചികിത്സ തേടിയെത്തുന്നവർക്ക് അപകട ഭീഷണിയാകുന്നു. ആശുപത്രിക്ക് മുൻപിലും വശങ്ങളിലുമായി നിർത്തിയിടുന്ന ലോറികളുടെ മറവുമൂലം റോഡ് മുറിച്ച് കടക്കുന്നവർക്ക് വാഹനങ്ങൾ കാണാൻ കഴിയാത്തതാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. എരുമപ്പെട്ടിയിലെ സിമന്റ് ഗോഡൌണുകളിലേക്ക് ലോഡുമായി വരുന്ന അന്യസംസ്ഥാന ലോറികളാണ് ഊഴം കാത്ത് ദിവസങ്ങളോളം എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിക്ക് സമീപം നിർത്തിയിടുന്നത്. മുൻപ് കുന്നംകുളം ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം വലിയ വാഹനങ്ങൾ ആശുപത്രിക്ക് സമീപം നിർത്തിയിടുന്നത് പോലീസ് തടഞ്ഞിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ പോലീസ് ശ്രദ്ധിക്കാതായതോടെ സിമന്റ് ലോറികൾ വീണ്ടും ഇവിടെ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. കൊടകര പേരാമ്പ്ര സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ ഊട്ടുതിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. രാവിലെ 8-ന് വികാരി ഫാദർ പോളി പുതുശ്ശേരിയുടെ കാർമ്മികത്വത്തിൽ ഊട്ടുവെഞ്ചിരിപ്പ് നടക്കും. ദിവ്യബലിക്ക് ഫാദർ ജോണി മേനാച്ചേരി കാർമ്മികത്വം വഹിക്കും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം, കുട്ടികൾക്ക് ചോറൂണ്, നേർച്ച ഊട്ട് എന്നിവയും ഉണ്ടാകും. തിരുനാളിന്റെ ഭാഗമായി ശനിയാഴ്ച വൈകിട്ട് ഫാദർ ആന്റണി അൽഫോൺസിന്റെ കാർമ്മികത്വത്തിൽ ലതീന്, നൊവേന, ദിവ്യബലി, നേർച്ചപായസം, വെഞ്ചിരിപ്പ് തുടങ്ങിയവ നടന്നു. അന്തോണി നാമധാരികളുടെ സംഗമം, വെടിക്കെട്ട് എന്നിവയും ഉണ്ടായി. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സുനീഷിന്റെ വാർഡിലെ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം വീണ്ടും വിവാദമാകുന്നു. ഞായറാഴ്ച നടക്കാനിരിക്കുന്ന ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിക്കുവാൻ ഭരണകക്ഷിയിലെ ചില അംഗങ്ങളും പ്രതിപക്ഷ അംഗങ്ങളും തീരുമാനിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 7-ാം വാർഡിൽ നടക്കുന്ന 7 വികസന പദ്ധതികളുടെ ഉദ്ഘാടനം കഴിഞ്ഞ വെള്ളിയാഴ്ച നടത്താനാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ പഞ്ചായത്ത് യോഗത്തിൽ അവതരിപ്പിച്ച അനുമതി വാങ്ങിയില്ലെന്നും ഭരണപ്രതിപക്ഷ അംഗങ്ങളെ ചടങ്ങിൽ അവഗണിച്ചുവെന്നും ആരോപിച്ച് ഇപ്പോഴത്തെ ഭരണസമിതിയിലുള്ള മുൻ പ്രസിഡന്റും നിലവിലെ ഭരണസമിതി അംഗവുമായ MS വിജയൻ കിടപ്പ് സമരം നടത്തുകയും പ്രതിപക്ഷ അംഗങ്ങളും LDF പ്രവർത്തകരും പഞ്ചായത്തിനുള്ളിൽ കുത്തിയിരിപ്പ് സമരം നടത്തുകയും ചെയ്തിരുന്നു. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് സഹകരണ മന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ട ചടങ്ങ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു. ഭരണപ്രതിപക്ഷ അംഗങ്ങളുമായി ചർച്ച നടത്തിയതിനു ശേഷമേ അടുത്ത ഉദ്ഘാടന ചടങ്ങ് തീരുമാനിക്കുകയുള്ളൂ എന്ന് അന്നത്തെ പ്രസിഡന്റ് ഷാജിൻ കുണ്ടന്നൂർ നൽകിയ ഉറപ്പിന്മേലാണ് പ്രതിഷേധ സമരം അവസാനിപ്പിച്ചത്. എന്നാൽ പ്രസിഡന്റുമായി കൂടിയാലോചിക്കാതെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സുനീഷ് പുതിയ ഉദ്ഘാടന തീയതി തീരുമാനിക്കുകയായിരുന്നു. ഈ ഏകാധിപത്യ തീരുമാനം പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജിൻ കുണ്ടന്നൂരിന്റെ രാജിയിലേക്കാണ് നയിച്ചത്. പ്രസിഡന്റിന്റെ അപ്രതീക്ഷിതമായ രാജി കോൺഗ്രസിനെയും പഞ്ചായത്ത് ഭരണത്തെയും പ്രതിസന്ധിയിലാക്കിയ സാഹചര്യത്തിലാണ് ഉദ്ഘാടനം വീണ്ടും വിവാദത്തിലേക്കും പ്രതിഷേധത്തിലേക്കും നീങ്ങുന്നത്. ഉദ്ഘാടന ചടങ്ങ് ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്തില്ലെന്നാരോപിച്ച് CPMന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ചടങ്ങ് ബഹിഷ്കരിക്കാനും പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിരിക്കുകയാണ്. അതേസമയം ഷാജിൻ കുണ്ടന്നൂരിന്റെ രാജിയും MS വിജയൻ, PS സുനീഷ് എന്നിവർ പാർട്ടിക്ക് അതീതരായി നടത്തുന്ന പ്രവർത്തനങ്ങളും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ കടുത്ത അമർഷത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അതിനാൽ പ്രതിപക്ഷവും LDF നടത്തുന്ന പ്രതിഷേധങ്ങൾക്ക് തടയിടാൻ കഴിയാതെ കോൺഗ്രസ് നേതൃത്വം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. TCV ന്യൂസ്, എരുമപ്പെട്ടി. ഇരിഞ്ഞാലക്കുട നടവരമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മോഷണം. ഓഫീസ് റൂമിൽ സൂക്ഷിച്ചിരുന്ന പണം നഷ്ടപ്പെട്ടു. സ്കൂൾ ബസിന്റെ സൈഡ് ഗ്ലാസ് തകർത്ത നിലയിലാണ്. ബസ് മോഷ്ടിക്കാനുള്ള ശ്രമമായിരുന്നുവെന്ന് കരുതുന്നു. ഓഫീസ് റൂമിലെ ഫയലുകളും മറ്റും വാരി വലിച്ചിട്ട നിലയിലാണ്. സ്കൂളിൽ സെക്യൂരിറ്റി ജീവനക്കാരുണ്ടായിരുന്നെങ്കിലും ശനിയാഴ്ച രാവിലെയാണ് മോഷണ വിവരം അറിയുന്നത്. ഇരിഞ്ഞാലക്കുട പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വെറ്റിലപ്പാറ എക്സ് സർവീസ്മെൻ കോളനിയിൽ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ ചക്ക സംസ്കരണ പ്ലാന്റ് ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി K തോമസ് അധ്യക്ഷനായി. ജില്ലാ വ്യവസായ കേന്ദ്രം ഡയറക്ടർ PM ഫ്രാൻസിസ് സ്വിച്ച് ഓൺ നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT വർഗീസ്, ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ KS മുരളീധരൻ, PM ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. കാനാണിയിലെ ലേബർ ക്യാമ്പിൽ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ദുരിതം. ആരോഗ്യവകുപ്പ് അധികൃതർ പോലും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് നാട്ടുകാർ. വൃത്തിഹീനമായ രീതിയിൽ തൊഴിലാളികൾ ഓരോ ദിനങ്ങളും തള്ളി നീക്കുമ്പോൾ കേരളം പടിക്കു പുറത്ത് കളഞ്ഞ പല രോഗങ്ങളും ഇവർ മൂലം തിരികെ എത്തുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. യാതൊരുവിധ സുരക്ഷിതത്വവും ഇല്ലാതെയാണ് കാഞ്ഞാണിയിലെ ലേബർ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. മാനുഷിക പരിഗണന പോലും ലഭിക്കാതെ പല അന്യസംസ്ഥാന തൊഴിലാളികളും ലേബർ ക്യാമ്പിൽ നിന്ന് ജീവിക്കുന്നത്. ബന്ധപ്പെട്ട വകുപ്പോ പഞ്ചായത്തോ ആരോഗ്യവകുപ്പോ
ഇവർക്ക് അടിസ്ഥാന സൗകര്യം നടത്താനുള്ള നടപടി എത്രയും പെട്ടെന്ന് എടുക്കണം. കാഞ്ഞാണി ഏനാമാവ് റോഡിന് സമീപത്ത് പീടിക മുറികൾക്കായി നിർമ്മിച്ച സമുച്ചയത്തിൽ 30-ലധികം അന്യസംസ്ഥാന തൊഴിലാളികളാണ് കഴിയുന്നത്. കനത്ത മഴയെയും കാറ്റിനെയും ചെറുക്കാൻ ഇവർക്ക് യാതൊരുവിധ സംരക്ഷണവുമില്ല. ഭക്ഷണം പാകം ചെയ്യുന്നത് പോലും സുരക്ഷിതത്വമില്ലാതെയാണ്. ഇവർക്ക് താമസിക്കാൻ സൌകര്യമൊരുക്കിയവർക്ക് വാടകയിൽ മാത്രമാണ് ശ്രദ്ധ. പരാതിയും പരിഭവവുമില്ലാതെ അന്യസംസ്ഥാന തൊഴിലാളികൾ സ്വന്തം നാടുപേക്ഷിച്ച് കേരളത്തിലെത്തി അധ്വാനിക്കുമ്പോൾ വല്ലപ്പോഴും ആരോഗ്യ വിഭാഗം ഇവർക്കായി നടത്തുന്ന മെഡിക്കൽ ക്യാമ്പുകൾ മാത്രമാണ് ആശ്വാസം. TCV ന്യൂസ്, അന്തിക്കാട്. മതേതരത്വം പറയുകയും മതാധിപത്യത്തിന് അടിമപ്പെടുകയുമാണ് ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. SNDP നാട്ടിക യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ത്രിപുരയിൽ സംഘടിപ്പിച്ച മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമസ്ത മേഖലകളിലും ന്യൂനപക്ഷങ്ങൾക്കായി കോടികൾ വാരിയെറിയാൻ സർക്കാർ മടിക്കുന്നില്ല. ജാതി വിവേചനത്തെ നിരന്തര പ്രക്ഷോഭങ്ങളിലൂടെയാണ് SNDP സമുദായം എതിർത്ത് തോൽപ്പിച്ചതെന്നും വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടു. SNDP നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തക്ഷണാത്ത് അധ്യക്ഷനായി. ഉമേഷ് ചള്ളിയിൽ, സൂര്യ പ്രമുഖൻ, മോഹനൻ കണ്ണംപുള്ളി, PV സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിയന് കീഴിലെ 44 ശാഖകളിലെ തെരഞ്ഞെടുത്ത 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ 50 പേരെ ഉപഹാരം നൽകി ആദരിച്ചു. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ BJP പ്രവർത്തകർ നടത്തിയ ടൈൽ പൊളിച്ചുമാറ്റൽ സമരത്തെ തുടർന്ന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനിച്ചു. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിക്കകത്ത് സൂപ്രണ്ടിന്റെ അനുമതിയില്ലാതെ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഇടപെടലുകളും മാധ്യമപ്രവർത്തനവും അനുവദിക്കേണ്ടതില്ലെന്ന് മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനിച്ചു. ആശുപത്രി വാർഡിലെ ടൈലുകൾ പൊളിച്ചു നീക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് നിയമനടപടി സ്വീകരിക്കുവാനും യോഗത്തിൽ തീരുമാനമായി. നവീകരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ടൈലുകളിലെ അപാകത പരിഹരിക്കാൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ പുനർനിർമ്മാണം നടത്തും. നിർമ്മാണ പ്രവൃത്തികൾക്ക് സാങ്കേതിക ഉപദേഷ്ടാവിന്റെ സേവനം ലഭ്യമാക്കും. ആശുപത്രിയുടെ വടക്കുഭാഗത്തുള്ള റോഡിലെ തിരക്ക് നിയന്ത്രിക്കാനായി റോഡിലെ ഇരുവശങ്ങളിലും ഗേറ്റ് സ്ഥാപിച്ച് ഗതാഗതം നിയന്ത്രിക്കുവാനും യോഗത്തിൽ തീരുമാനമായി. ആശുപത്രിക്ക് മുൻവശത്തുള്ള ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമി മണ്ണിട്ട് നികത്തി പേ ആൻഡ് പാർക്കിംഗ് ഏരിയയാക്കും. നഗരസഭാ ചെയർപേഴ്സൺ KB മഹേശ്വരി അധ്യക്ഷയായി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ റോഷ്, KR സുഭാഷ്, TA ഗിരീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. പ്രസിദ്ധമായ ആറാട്ടുപുഴ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ ഈ മാസം 16-ന് ആരംഭിക്കും. സംഗീതജ്ഞൻ വിദ്യാധരൻ മാസ്റ്റർ ഇതോടനുബന്ധിച്ച് നടക്കുന്ന സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യും. പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA അധ്യക്ഷനാകും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MP ഭാസ്കരൻ നായർ 10ാം ക്ലാസ് പ്ലസ് 2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്കും ഡിഗ്രി പരീക്ഷയിൽ 90%-ലേറെ മാർക്ക് നേടിയവർക്കും ക്ഷേത്ര ക്ഷേമ സമിതിയുടെ ഉപഹാരങ്ങൾ ചടങ്ങിൽ സമ്മാനിക്കും. ഈ മാസം 19-നാണ് പ്രതിഷ്ഠാദിനം. കനത്ത മഴയിൽ ശ്രീനാരായണപുരം ആലയിൽ വീട് തകർന്നു. കളരിപ്പറമ്പ് ചെന്നറ ബൈജുവിന്റെ ഓടുമീന വീടാണ് തകർന്നത്. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും നിലം പതിച്ചു. അപകട സമയത്ത് വരാന്തയിൽ ഇരിക്കുകയായിരുന്ന വീട്ടുകാർ ശബ്ദം കേട്ട് പുറത്തേക്കോടി രക്ഷപ്പെട്ടു. കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരായ ദമ്പതികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. കണ്ടശാങ്കടവ് വിളക്കുംകാൽ സ്വദേശി എടക്കാട്ടിൽ തിലകൻ, ഭാര്യ ജൈന എന്നിവർക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാവിലെ 11:30-യോടെയാണ് കണ്ടശാങ്കടവ് നടുവിൽക്കര ഭാഗത്ത് വെച്ച് അപകടമുണ്ടായത്. ഇരുവരെയും തൃശൂർ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാർ യാത്രക്കാർ വാഹനം ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞതായി പറയുന്നു. നാട് മുഴുവൻ അലഞ്ഞു നടന്ന് ഭാഗ്യക്കുറി വിൽക്കുന്ന നിർധനരും രോഗികളുമായ ലോട്ടറി തൊഴിലാളികൾ നികുതി വർധനയെ തുടർന്ന് ദുരിതത്തിലായി. നിത്യചെലവിനുള്ള വക പോലും ഭാഗ്യക്കുറി വിൽപ്പനയിലൂടെ കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളതെന്ന് ലോട്ടറി തൊഴിലാളികൾ പരാതിപ്പെടുന്നു. 30 രൂപയുടെ 25 ലോട്ടറി ടിക്കറ്റുകൾ ട്രഷറിയിൽ നിന്ന് വൻകിട ഏജന്റുമാർക്ക് നൽകുന്നത് 555 രൂപയ്ക്കാണ്. വൻകിട ഏജന്റുമാരിൽ ചെറുകിട ഏജന്റുമാർ ഈ ടിക്കറ്റുകൾ വാങ്ങുന്നത് 615 രൂപ കൊടുത്താണ്. ഈ ടിക്കറ്റുകൾ അത്രയും വിൽപ്പന നടത്താൻ കഴിഞ്ഞാൽ വെറും 135 രൂപ മാത്രമാണ് ഇവർക്ക് കിട്ടുക. മറ്റ് ലോട്ടറികളുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സ്ഥിതിയെന്ന് കൊടകര മേഖലയിലെ ലോട്ടറി വിൽപ്പന തൊഴിലാളികൾ പറയുന്നു. ഞങ്ങളെന്താ ചെയ്യാം? ഇതിലെന്തായാലും ഒരു കർശനമായിട്ട് നടപടി എടുത്തേ പറ്റൂ. ഞങ്ങൾ ഈ പാവപ്പെട്ട ജനം, കണ്ണ് കാണാത്തവര്, കാലില്ലാത്തവര്, കൈയില്ലാത്തവര്, എല്ലാവരും, വിധവകൾ, എല്ലാവരും, കംപ്ലീറ്റ് ജനങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ജീവിക്കണം. ഇത് ഞങ്ങളുടെ ഹോൾസെയിൽ കടക്കാർ ഞങ്ങളുടെ ഇങ്ങനെ വാങ്ങി ഞങ്ങൾ എന്താ ചെയ്യോ? ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല. ഭിന്നശേഷിയുള്ളവരും രോഗികളുമാണ് ലോട്ടറി വിൽപ്പന തൊഴിലാളികളിൽ ഭൂരിഭാഗവും. ഇവർക്ക് ലഭിക്കുന്ന നാമമാത്രമായ വരുമാനം മരുന്നിനും ചികിത്സയ്ക്കും തികയുന്നില്ല. വിൽക്കാനാകാതെ ടിക്കറ്റുകൾ ബാക്കി വന്നാൽ പകൽ മുഴുവൻ അലഞ്ഞു നടന്നത് മാത്രമാകും മിച്ചം. നികുതി വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ കമ്മീഷൻ കൂടുതൽ ലഭിക്കുന്നതിന് നടപടിയുണ്ടാകണമെന്നാണ് ലോട്ടറി തൊഴിലാളികൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. TCV ന്യൂസ്, കൊടകര. ഇടവേള. വാർത്തകൾ തുടരുന്നു.
പാഠപുസ്തകങ്ങൾ ഉടൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് എകെഎസ്ടിയുവിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. സിപിഐ ജില്ലാ സെക്രട്ടറി കെ വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. എകെഎസ്ടിയു ജില്ലാ സെക്രട്ടറി സിജെ ജിജു, ജില്ലാ പ്രസിഡന്റ് ചന്ദ്രബോസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെഎസ് വരദരാജ് തുടങ്ങിയവർ സംസാരിച്ചു. കുമരനെല്ലൂർ ഒന്നാംകല്ലിൽ നിന്ന് യുവതിയെയും പിഞ്ചുകുഞ്ഞിനെയും കാണാനില്ലെന്ന് പരാതി. അയ്യപ്പവിലാസം വീട്ടിൽ അയ്യപ്പന്റെ ഭാര്യ 22 വയസ്സുള്ള പൊന്നി, മകൾ 10 മാസമുള്ള ഐശ്വര്യ എന്നിവരെയാണ് ഈ മാസം 4 മുതൽ കാണാതായത്. ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടേണ്ടതാണ്. നാട്ടിക ഏങ്ങണ്ടിയൂർ മത്സ്യത്തൊഴിലാളി വികസനക്ഷേമ സഹായ സംഘത്തിന്റെ നാട്ടിക ബീച്ചിലുള്ള ലേലപ്പുരയും സ്റ്റോർ റൂമും സാമൂഹിക വിരുദ്ധർ തകർത്തതായി പരാതി. വലകൾ, കന്നാസുകൾ എന്നിവയും നശിപ്പിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച രാത്രിയിൽ ലേലപ്പുരയും മറ്റും നശിപ്പിച്ചതാണെന്ന് കരുതുന്നു. നാട്ടിക ബീച്ചിൽ സർക്കാർ നടപ്പിലാക്കാനൊരുങ്ങുന്ന പദ്ധതിക്കായി ലേലപ്പുരയും മറ്റും പൊളിച്ചു നീക്കാമെന്ന് അറിയിച്ചിരുന്നതായും ഇത് അവഗണിച്ച് രാത്രി ലേലപ്പുര നശിപ്പിച്ചത് ദുരുദ്ദേശപരമാണെന്നും വികസനക്ഷേമ സഹായ സംഘം ഭാരവാഹികൾ ആരോപിച്ചു. 50,000 രൂപയോളം നഷ്ടം കണക്കാക്കുന്നു. വലപ്പാട് പോലീസിൽ പരാതി നൽകി. പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാള വാളൂർ നായർ സമാജം ഹൈസ്കൂൾ വേറിട്ട രീതികൾ നടപ്പാക്കുന്നു. ഇക്കോ കേഡറ്റ് കോർപ്സ് എന്ന പദ്ധതിയുമായാണ് വിദ്യാർത്ഥികൾ പുതിയ രീതികൾ പരീക്ഷിക്കുന്നത്. വാളൂർ നായർ സമാജം ഹൈസ്കൂളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് 2 വർഷം മുൻപ് 1500 തൈകൾ വിതരണം ചെയ്തിരുന്നു. പിന്നീട് പരിശോധിച്ചപ്പോൾ ഇതിൽ 200ഓളം തൈകൾ മാത്രമാണ് ഇപ്പോൾ വളരുന്നുള്ളൂ എന്ന് കണ്ടെത്തി. അതിനാൽ ഇത്തവണ പരിസ്ഥിതി ദിനത്തിൽ പതിവ് ചടങ്ങായ വൃക്ഷത്തൈ വിതരണം അധികൃതർ ഉപേക്ഷിക്കുകയായിരുന്നു. ഇതിനു പകരം എന്റെ വീട്ടിൽ ഒരു മരം അയൽവീട്ടിലും എന്ന പദ്ധതി വിദ്യാർത്ഥികൾ ഇപ്പോൾ നടപ്പാക്കുകയാണ്. ഇതനുസരിച്ച് വിദ്യാർത്ഥികൾ അവരുടെ വീട്ടിലും അയൽവീട്ടിലും ഒരു വൃക്ഷത്തൈയെങ്കിലും നടുകയാണ് ചെയ്യുന്നത്. വെറുതെ തൈ നട്ടുപോകാതെ അതിന്റെ സംരക്ഷണം കൂടി ഇവർ ഏറ്റെടുക്കുകയാണ്. ഓരോ ആഴ്ചയിലും അതിന്റെ വളർച്ച വിലയിരുത്തി രേഖപ്പെടുത്തണം. വനംവകുപ്പിന്റെ ഹരിത സംരക്ഷണ സേന പ്രവർത്തനം ആരംഭിച്ച സ്കൂളിൽ നക്ഷത്രവനം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതരും വിദ്യാർത്ഥികളും. ഇതിനായി വനംവകുപ്പ് തൈകൾ നൽകിയിട്ടുണ്ട്. 2008 മുതൽ തുടങ്ങിയ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനം കണക്കിലെടുത്താണ് വനംവകുപ്പ് മിഷൻ 676 പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹരിത സംരക്ഷണ സേന രൂപീകരിച്ചത്. വിദ്യാലയത്തിലെ 8-9 ക്ലാസുകളിലെ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി 25 പേരുടെ സേനയാണ് വനംവകുപ്പിന്റെ മേൽനോട്ടത്തിൽ രൂപീകരിച്ചിട്ടുള്ളതെന്ന് വിദ്യാർത്ഥിനിയായ അമൃത പറഞ്ഞു. നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികളെല്ലാം ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട് നക്ഷത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട് നക്ഷത്രവനങ്ങൾ പരിപാലിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മൾ നൽകുന്നുണ്ട്. കൂടുതൽ വൃക്ഷങ്ങൾ തൈകൾ നടുക എന്നതിലുപരി അത് പരിപാലിക്കാനുള്ള ഒരു ഉദ്ദേശമാണ് ഞങ്ങൾക്ക് പ്രധാനമായിട്ടുള്ളത്. സ്കൂളിലെ ഹരിത സംരക്ഷണ പ്രവർത്തനങ്ങൾ വനംവകുപ്പ് വിലയിരുത്തും. വർഷങ്ങൾക്ക് മുൻപ് വെച്ച കൂവളം, കരിങ്ങാലി, അശോകം, നെല്ലി, വേങ്ങ തുടങ്ങിയ 170ഓളം ഇനം ഔഷധച്ചെടികൾ വിദ്യാലയത്തിൽ വളരുന്നുണ്ട്. ക്ലാസ് മുറികൾക്ക് മുന്നിലും പിന്നിലും ഔഷധച്ചെടികളാണ് വളരുന്നത്. സ്കൂൾ പ്രധാന അധ്യാപകനായ ദീപു എൻ മംഗലം, ഹരിത സംരക്ഷണ സേനയുടെ ചുമതലയുള്ള അധ്യാപകൻ കെ മനോജ് കുമാർ എന്നിവരാണ് ഇക്കോ കേഡറ്റ് ക്രോപ്സ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി. TCV ന്യൂസ് മാള. മറ്റത്തൂർ ഡോട്ട് സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്തിയവരെ ഉപഹാരം നൽകി ആദരിച്ചു. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിൽ ആദരണീയം 2015 എന്ന പേരിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക വേദി പ്രസിഡന്റ് പ്രവീൺ എം കുമാർ അധ്യക്ഷനായിരുന്നു. മറ്റത്തൂരിലെ മികച്ച ഗായകനെയും ഗായികയും കണ്ടെത്താനായി സംഘടിപ്പിക്കുന്ന മറ്റത്തൂർ സിംഗർ എന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഗായകൻ സുധീഷ് ചാലക്കുടി ചടങ്ങിൽ നിർവഹിച്ചു. രക്തദാന രംഗത്തെ സേവനത്തിന് ജില്ലാ ആരോഗ്യവകുപ്പിന്റെ അവാർഡ് നേടിയ ജോയ് കാവുങ്ങലിനെ ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ഗോപിനാഥൻ, കോടാലി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PG രഞ്ജിമോൻ, എം മഞ്ജുള തുടങ്ങിയവർ സംസാരിച്ചു. നേപ്പാൾ സ്വദേശിയായ കലാകാരൻ ഹരികുമാർ പുല്ലാങ്കുഴൽ വാദനവും അരങ്ങേറി. സ്വകാര്യ ബസ് ജീവനക്കാരെ മർദ്ദിച്ച കേസിലെ പ്രതികളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറ്റന്നൂർ സ്വദേശികളായ തലേക്കര വിനീഷ്, കാർത്തിക്, അമ്മാട്ട് സുനിൽ, ചെറുവത്താനി സ്വദേശി ചോദ്യത്ത് സഞ്ജയ് എന്നിവരെയാണ് അഡീഷണൽ SI രാജന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച രാവിലെ കുന്നംകുളം ഗുരുവായൂർ റൂട്ടിൽ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിന് മുന്നിൽ വെച്ചായിരുന്നു കേസിനാസ്പദമായ സംഭവം. മല്ലാട് ചാവക്കാട് റൂട്ടിലോടുന്ന പുഞ്ചിരി എന്ന ബസ്സിലെ ഡ്രൈവർ അണ്ടത്തോട് സ്വദേശി അൻവർ, കണ്ടക്ടർ മുത്തന്മാവ് അരുൺ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. സ്കൂളിന് മുന്നിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ട BMS കുന്നംകുളം മേഖലാ സെക്രട്ടറി
AS പ്രേംരാജുമായി ബസ് ജീവനക്കാർ തർക്കിച്ചിരുന്നു. ഇതേ തുടർന്ന് ചുമട്ടുതൊഴിലാളികൾ ഡ്രൈവർ അൻവറിനെ മർദ്ദിക്കുകയായിരുന്നു. കനത്ത മഴയിൽ ഗുരുവായൂർ കപ്പിയൂരിൽ വീട് ഭാഗികമായി തകർന്നു വീണു. നഗരസഭയുടെ പൂക്കോട് സോണൽ ഓഫീസിന് സമീപം കൊട്ടാരപ്പാട്ട് സുഭദ്രയുടെ വീടാണ് തകർന്നത്. ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം. ആർക്കും പരിക്കേറ്റില്ല. മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തും സാമൂഹിക ആരോഗ്യ കേന്ദ്രവും സംയുക്തമായി ശുചീകരണ പ്രവർത്തനം നടത്തി. മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ ഭരതൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PG ബാജി അധ്യക്ഷനായി. സതി വാസു, AR സുഗുണൻ, മോഹനൻ വാഴപ്പിള്ളി, PG പ്രവീൺ, ഉഷ വേണു തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആരോഗ്യവകുപ്പ് പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ശുചീകരണം നടത്തിയത്. കരുണ ഫൌണ്ടേഷൻ ചാവക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അമ്മമാർക്ക് പെൻഷനോടൊപ്പം കുടയും പുതപ്പും വിതരണം ചെയ്തു. ചാവക്കാട് SI VS രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീനിവാസൻ ചുള്ളിപ്പറമ്പിൽ അധ്യക്ഷനായി. ഓട്ടംതുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥ്, CBSE ദേശീയ അത്ലറ്റ് മീറ്റിൽ സ്വർണ്ണ മെഡൽ നേടിയ സച്ചിൻ മുരളി, മാധ്യമപ്രവർത്തകൻ കല്ലൂർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. KB സുരേഷ്, രവി ചങ്കത്ത്, ഫിറോസ് P തൈപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് KC കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിന്റെ മുകൾ നിലയുടെ ഉദ്ഘാടനം മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി TM തോമസ് ഐസക് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് അധ്യക്ഷനായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ KC കാളിക്കുട്ടിയുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള ക്യാഷ് അവാർഡ് വിതരണം ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മഞ്ജുള അരുണൻ, ഹൌസ ഒഫൂർ തുടങ്ങിയവർ ചേർന്ന് നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വാസന്തി തിലകൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KR ഹരി, രത്നചന്ദ്രൻ, പഞ്ചായത്ത് സെക്രട്ടറി U നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ക്ഷീരവികസന വകുപ്പ്, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ക്ഷീരസംഗമം നടത്തി. പരിയാരം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സംഗമത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT വർഗീസ് ഉദ്ഘാടനം വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയ വിനയൻ അധ്യക്ഷയായി. മുനിസിപ്പൽ ചെയർമാൻ VO പൈലപ്പൻ, ഡെപ്യൂട്ടി ഡയറക്ടർ രാജൻ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷീര കർഷകരെ ആദരിക്കൽ, കന്നുകാലി പ്രദർശനം എന്നിവയും നടന്നു. ചേലക്കര കളപ്പാറയിൽ പ്രവർത്തിക്കുന്ന സ്വാശ്രയ കർഷക സമിതിയുടെ വാർഷിക പൊതുയോഗം ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി തോമസ് ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് PA അച്ഛൻകുഞ്ഞ് അധ്യക്ഷത വഹിച്ചു. സംഘത്തിലെ ഏറ്റവും മികച്ച കർഷക ഗ്രൂപ്പിനുള്ള പുരസ്കാരം കുട്ടാടൻ സംഘത്തിന് സമ്മാനിച്ചു. സമിതിയിലെ ഏറ്റവും മികച്ച കർഷകനുള്ള പുരസ്കാരം PC ബേബിക്ക് കൃഷി അസിസ്റ്റന്റ് ഓഫീസർ C പ്രകാശൻ നൽകി. ഓരോ സംഘത്തിലെയും മികച്ച കർഷകരെയും ആദരിച്ചു. കർഷകരുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് ക്യാഷ് അവാർഡുകൾ നൽകി. ES അനിൽകുമാർ, K നാസർ, A വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. തേശ്ശേരി ചീക്കാമുണ്ടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സാധുജന സഹായനിധി വിതരണം നടത്തി. കേരള ക്ഷേത്ര സംരക്ഷണ മാതൃസമിതി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജാനകി പത്മനാഭൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് VA ചന്ദ്രൻ അധ്യക്ഷനായി. ജോയിന്റ് സെക്രട്ടറി KK ബാബു, അനൂപ് എടത്താടൻ തുടങ്ങിയവർ സംസാരിച്ചു. ആധ്യാത്മികതയും യോഗയും എന്ന വിഷയത്തിൽ A രാധാകൃഷ്ണൻ പ്രഭാഷണം നടത്തി. അശ്വതി അർച്ചനയിലും വിഷ്ണു സഹസ്രനാമാർച്ചനയിലും നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. സെക്യൂരിറ്റി ഹൌസ് കീപ്പിംഗ് എംപ്ലോയീസ് അസോസിയേഷൻ CITU ജില്ലാ പഠന ക്യാമ്പ് ശ്രീനാരായണപുരത്ത് നടന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. CITU സംസ്ഥാന സെക്രട്ടറി P നന്ദകുമാർ, MLAമാരായ ബാബു M പാലിശ്ശേരി, C രവീന്ദ്രനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടിക മണപ്പുറത്തെ നിരാലംബർക്കായി ക്യാപ്റ്റൻ ലക്ഷ്മി സേഗാൾ കാരുണ്യ കേന്ദ്രം തുറക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 10:00 കോതകുളം അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ CPM പൊളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി കാരുണ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. നിർധനരായ രോഗികൾക്ക് സാന്ത്വന ചികിത്സ ഉൾപ്പെടെയുള്ളവ ലഭ്യമാക്കുകയാണ് കാരുണ്യ കേന്ദ്രത്തിന്റെ ലക്ഷ്യമെന്നും ഭാരവാഹികൾ അറിയിച്ചു. CPM നാട്ടിക ഏരിയ സെക്രട്ടറിയും കാരുണ്യ കേന്ദ്രം കൺവീനറുമായ PM അഹമ്മദ്, IK വിഷ്ണുദാസ്, KV പീതാംബരൻ, ER രാമചന്ദ്രൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്ത്യൻ നാഷണൽ അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷൻ INTUC അയ്യന്തൂർ മേഖലാ കൺവെൻഷൻ അഡ്വക്കേറ്റ് തേറമ്പി രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ചിന്നക്കുട്ടി വർഗീസ് അധ്യക്ഷയായിരുന്നു. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി തിരിച്ചറിയൽ കാർഡ് വിതരണം നിർവഹിച്ചു. കൌൺസിലർ ലാലി ജെയിംസ്, PV രാജ, KS പ്രിയ തുടങ്ങിയവർ സംസാരിച്ചു.
കൊടകര ഗ്രാമപഞ്ചായത്തിലെ വാർഷിക പദ്ധതിക്ക് ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം ലഭിച്ചതായി പ്രസിഡന്റ് റോസിലി വർഗീസ് അറിയിച്ചു. 10,34,11,926 രൂപ അടങ്കലുള്ള പദ്ധതികൾക്കാണ് അംഗീകാരം ലഭിച്ചത്. അറവുശാലയും ആധുനിക മത്സ്യമാർക്കറ്റും സ്ഥാപിക്കുന്നതിന് 50 ലക്ഷം രൂപയും ഭവന നിർമ്മാണത്തിന് 86 ലക്ഷം രൂപയും റോഡുകളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് 3,23 ലക്ഷം രൂപയും കാർഷിക വികസനത്തിന് 1,43,96,710 രൂപയും വാർഷിക പദ്ധതിയിൽ വകയിരുത്തിയിട്ടുണ്ട്. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ ബാലസഭ ബാലപഞ്ചായത്ത് രൂപീകരണം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി.പി. രഘുനാഥ് അധ്യക്ഷനായി. സിഡിഎസ് ചെയർപേഴ്സൺ ലതാ ശിവരാമൻ, ബാലസഭ കൺവീനർ ഹേമരാജ് കുട്ടൻ, ബാലസഭ ജില്ലാ റിസോഴ്സ് പേഴ്സൺ കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചേർപ്പ് എൻഎസ്എസ് കരയോഗം വനിതാ സമാജം വാർഷികം ജില്ലാ പ്രസിഡന്റ് എ ഭവാനി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി സുജാത വിജയൻ അധ്യക്ഷയായിരുന്നു. പി രാധാകൃഷ്ണ മേനോൻ, എം കെ ഉണ്ണികൃഷ്ണൻ, ലതാ മുരളി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. എസ്എഫ്ഐ 32ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി എസ്എഫ്ഐ മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്തിക്കാട് ഗവൺമെന്റ് ആശുപത്രി പരിസരം ശുചീകരിച്ചു. സിപിഎം അന്തിക്കാട് ലോക്കൽ സെക്രട്ടറി എ വി ശ്രീവത്സൻ ഉദ്ഘാടനം ചെയ്തു. എസ്എഫ്ഐ അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് യദു കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എസ്എഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം പി ജി സുബിൻദാസ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സ്വാതി രാമൻ, ഒ എസ് വിശാഖ് തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ഡിവൈഎഫ്ഐ വെളുത്തൂർ ക്രോമേഡ് യൂണിറ്റ് സമ്മേളനത്തിന്റെ ഭാഗമായി സൌജന്യ നേത്ര പരിശോധനയും തിമിര നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. സേവന റോഡ് പരിസരത്ത് നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം വാർഡംഗം കെ എൽ ജോസ് നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് എം സി അനൂപ് അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി ജി സതീഷ്, എ ആർ ശരത്, പി ആർ സുരേഷ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ദേശമംഗലം യൂണിറ്റ് പൊതുയോഗം ചെയർമാൻ പി നാരായണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ജി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. എസ്എസ്എൽസി, പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. പി എം അഷ്റഫ്, അജിത് കുമാർ മല്ലയ്യ, വി പി ജോർജ്, കെ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. എസ്എസ്എൽസി, പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ ഗുരുവായൂർ കസ്തൂർബ ബാലികാ സദനത്തിലെ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. അനുമോദന സമ്മേളനം നഗരസഭാ അധ്യക്ഷൻ പി എസ് ജയൻ ഉദ്ഘാടനം ചെയ്തു. ബാലികാ സദനം പ്രസിഡന്റ് പി ഗംഗാദേവി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജ്യോതി ആർനാഥ്, സജീവൻ നമ്പിയത്ത്, ബിന്ദു രാജശേഖരൻ, സി ആർ ലളിത തുടങ്ങിയവർ സംസാരിച്ചു. ബാലികാ സദനത്തിലെ 8 വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്.